ഇരുവരെണ്ണം കൊള്ളാനേ ഉള്ളൂ. ബാലന് ചേരുവോന്നൊരു സംശയം. നോക്കൂ ലക്ഷ്മി. തെറ്റു പറയാനൊന്നുമില്ല. ഞാൻ നോക്കട്ടെ ലക്ഷ്മി എടുത്തി. ഓ, ഗൗരവക്കാരിയാണെന്നാ തോന്നണേ. സാവിത്രി നോക്കിക്കേ. ഇങ്ങതാ ഞാൻ നോക്കട്ടെ. ഓ, പേടമാൻ മിഴികളും ചെഞ്ചുണ്ടും ചന്ദനക്കവിളും ചേലൊത്ത നാസികയും തിങ്കളേ വെല്ലും മുഖകാന്തിയും സുന്ദരി. അങ്ങനെയുള്ളൊരു പെണ്ണിനെയാ നിനക്ക് വേണ്ടത്. മാധവേട്ടാ, എവിടുന്ന് കിട്ടി ഇതിനെയൊക്കെ? ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ചു. അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ പോകുന്നവരെ നിങ്ങൾ പെണ്ണു നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. ബാല, നീ നോക്ക്. എനിക്കിപ്പോ കല്യാണം വേണ്ടത് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. വീടിന്റെ അരക്കേടില്ലല്ലേ? അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. നോക്കട്ടെ. ഓ, ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? നല്ല ചന്തം. ഇത് മതി. ദേ നോക്കിയേ. ഇത് വേണ്ട. നോക്കിയാ മുട്ടി, ഈ കുട്ടി ബാലിന് നല്ല ചേർച്ചയല്ലേ? കുഴപ്പമില്ലല്ലോ. അമ്മൂട്ടിയുടെ അത്ര പൊക്കയില്ല. നല്ല നിറമുണ്ട്, നല്ല അഴകുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്. ഇല്ല അമ്മൂട്ടി? എന്തേ ബാല നീ ഒരു അഭിപ്രായം പറയാണ്ട് നിക്കണേ? എനിക്കൊരു അഭിപ്രായമില്ല, കാണുകയും വേണ്ട. അച്ഛമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാ മതി. അപ്പൊ അവന് ധൃതിയുണ്ടെന്ന് അർത്ഥം. ധൃതി അവനല്ല, അവനെക്കാൾ തിടുക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അതാരാ? ഈ വീട്ടില് മൂകമായ ഒരു പ്രേമം അരങ്ങേറുന്നുണ്ട്. ഇനി അത് നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഞാൻ അറിയാതെ അങ്ങനെ ഒരു സംഭവം ഈ തറവാട്ടിൽ നടക്കുന്നുണ്ടോ? ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കൊറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. കുമാരാ, എന്തോ? എന്തിനായി ഒളിച്ചുകളി? ഒളിച്ചോളിയാ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. സത്യം പറയടാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ബാല. അച്ഛമ്മ ഇവൻ എന്തോ ചെയ്യണം? രണ്ടാളും ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഇവിടെ കള്ളി മിണ്ടാപ്പൂച്ച കാലോ. ഇവിടെ വരൂ. നിനക്ക് ഇവിടെ ഇഷ്ടമാണോ കുമാര? ആണോ? എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയാനില്ല. നിനക്കോ അമ്മൂട്ടി? ആട്ടെ, എന്താ നിങ്ങളുടെ ഭാവം? തുടർന്നോണ്ട് പോവാനാണോ ഉദ്ദേശം? അത് നടക്കില്ല, മനസ്സിലായോ? ഇനി രഹസ്യം വേണ്ടാന്ന്. ലക്ഷ്മി, എന്താമ്മേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഇവക്ക് പുടവ് കൊടുക്കട്ടെ. കേട്ടില്ല രണ്ടാളും. മാധവനുണ്ണി, മുഹൂർത്തം നോക്കിക്കോളൂ. ക്ഷേമമായിട്ട് നടക്കണം. അതൊന്നും വേണ്ട മുത്തശ്ശി, അനുഗ്രഹം മാത്രം മതി. എഴുന്നേക്കൂ കുട്ടികളെ. നിങ്ങളും അമ്പാടിയിലെയാ. ഇവിടെ ഉള്ളവരെ പോലെ സന്തോഷായിട്ട് കഴിയണം. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. 5 വയസ്സിൽ അനാഥനായിട്ട് തറവാട്ടി കയറി വന്നാണ് ഞാൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മരിക്കണ ഒരാക്കൂറുണ്ടാവും. കണ്ണു തുടക്കടാ. മുത്തശ്ശി നിങ്ങളെ രണ്ടാളെ നല്ലോണം ഒന്ന് കാണട്ടെ. ചേർന്ന് നിൽക്ക്. നന്നായി വരട്ടെ. അമ്മൂട്ടി, അമ്മൂട്ടിയെ കാണാൻ ഇപ്പൊ എന്താ ചന്ത? എന്തിനാ അമ്മൂട്ടിക്ക് അറിയണത്? ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുന്നു. അവര് ദുഃഖം പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. അകത്ത് വേവണത് എനിക്ക് മനസ്സിലാവണുണ്ട്. ഇതിനിടയിലും ഇങ്ങനെ തോന്നാൻ ഇതൊക്കെ ലക്ഷ്മി എടുത്തിടിയാ. ഒരു മടിയില്ലാതെ പെറ്റമ്മയെ പോലെ എടുത്തു തന്നില്ലേ? അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം ഇപ്പൊ എനിക്ക് ഒട്ടുമില്ല. കുമാരേട്ടാ, എത്ര ജന്മം എടുത്താലും എനിക്ക് ഈ കടപ്പാട് തീരില്ല. ശരി അമ്മൂട്ടി, അങ്ങോട്ട് വിഷമിക്കണ്ട. നമുക്കെല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. മുത്തശ്ശി, അമ്മ, ഏട്ടന്മാര്, ഏട്ടത്തിമാര്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, ഈ പൊട്ടനെ അമ്മൂട്ടിക്ക് എങ്ങനെ ഇഷ്ടായി? അങ്ങനെ പറയരുത്. നല്ലൊരു മനസ്സുണ്ട്, എനിക്കത് മതി.
വന്നോ? എത്ര നേരമായിട്ട് സാലുമോട് കാത്തിരിക്കുന്നു. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 മുതൽ ശാലിനി ആയത്. നേരെ എത്രയായെന്ന് അറിയോ? നിർത്തുപാല. നീ അവിടെ ഇരിക്കൂ. രക്ഷിച്ചിട്ട് പൊട്ടിക്കല്ലേ. ഈ ചെക്കൻ എന്താ അവന്റെ പേര്? മോഹൻലാൽ. മോഹൻലാൽ. അവൻ ആ പെണ്ണിനെ കെട്ടുവെന്ന് അറിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. നീ പോയി കിടന്നോളൂ. ഞാൻ പോയി കിടന്നോളാം. അമ്മ ഈ മരുന്ന് കഴിക്ക്. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കുഞ്ഞാളെ കണ്ടതല്ലേ. കുടിച്ചു മോനെ. മോനു മോളെ, മോൻ പാലേ കുടിക്കുന്നില്ല, ഒരേ നിർബന്ധം. മോനു, മോന് അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിക്കേ. കാമധേനു. എനിക്ക് എന്റെ കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ഗുണത്തിൽ മുന്നിലും ഏത് സമയത്തും സുലഭവുമായ കാമധേനുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാൽപുഞ്ചിരിയുടെ രഹസ്യം കാമധേനു. ആധുനിക സാങ്കേതിക മികവോടെ പാക്ക് ചെയ്യപ്പെടുന്ന ശുദ്ധമായ പശുവിൻ പാൽ. എല്ലാ പോഷകങ്ങളും അടങ്ങിയതാണ്. കാമധേനു. ആ കുന്തം അമർത്തു. ആ കുട്ടി ഒന്നും കൂടി കാണട്ടെ. ലക്ഷ്മി, ഏതായി കുട്ടി? എവിടെയോ കണ്ട പോലെ. ആ, ഇത് കൃഷ്ണേട്ടന്റെ മോള് ലേഖയാ. കുട്ടിയായിരുന്നപ്പോ കണ്ടതാ. ഇവൾക്ക് എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലമ്മേ. അപ്പോ ആ കൊച്ചുകുട്ടിയോ? അത് പരസ്യത്തിന് വേണ്ടിയുള്ളതല്ലേ അച്ഛമ്മേ. മോഡൽ. മോഡൽ അല്ലടാ, മോഡൽ. മലയാളം വാക്ക് തിരുത്തിയാ മതി. ഇത് ഇംഗ്ലീഷ് വാക്കാ. മോഡൽ എന്ന് തന്നെ. നീ അതൊന്ന് ഓടിക്കടാ. കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ആധുനിക സാങ്കേതിക അവൾ മികവോടെ ആ പാക്ക് കുട്ടിയെ ചെയ്യപ്പെടുന്ന പൊന്നു പോലല്ലേ നോക്കണത്? ശുദ്ധമായ പശുവിൻ പാൽ. ബാലൻ ഇവള് മതി. പോഷകങ്ങളും അടങ്ങിയതാണ്. നല്ല ശേലുള്ള പെണ്ണ്. വീട്ടമ്മമാർക്കും ലക്ഷ്മിയെ പോലെ തന്നെ. കാമധേനു. നല്ല സ്ത്രീയുള്ള മുഖം. അതൊന്നും വേണ്ടമ്മേ. ടൗണിലൊക്കെ വളർന്നതല്ലേ. പരിഷ്കാരിയാണെങ്കിലോ? ബാലിന് നല്ല ചേർച്ചയായിരിക്കും. പോരാത്തതിനും മുറപ്പെണ്ണ്. എനിക്ക് വേണ്ട. നീ അല്ലത് നിശ്ചയിക്കണത്. ഉം. എനിക്കിനി സിനിമ കാണണ്ട. ശ്രീധര, നാളെ തന്നെ കൃഷ്ണന്റെ അടുത്ത് പോയി ഈ കുട്ടിയുടെ ജാതകം ഒന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഇവളാ ഈ വീട്ടിലെ മരുമകൾ. ഞാൻ എന്തു പറയാനാ? ലേഖ ബാലന്റെ മുറപ്പെണ്ണ്. ചോദിച്ചു വന്നിരിക്കുന്നത് അമ്പാടിക്കാര്, പറഞ്ഞയക്കുന്നതോ ലക്ഷ്മിയുടെ അടുത്തേക്ക്. അതിനെന്തിനാ എന്റെ സമ്മതം? നീ വിളിച്ചിറക്കിക്കൊണ്ട് പോണം. ജോത്സ്യനെ വിളിച്ച് ജാതകം വരെ ഗണിച്ചു. നല്ല പൊരുത്തം. ഇപ്പോഴും ഈ പരിപാടി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ലല്ലേ? ഏട്ടൻ ഇതൊക്കെ തമാശയാ. കൃഷ്ണേട്ടൻ അറിയാലോ, അമ്മ നിശ്ചയിച്ചാ മാറുന്ന പ്രശ്നമില്ല. ഈ മാസത്തിൽ തന്നെ നടത്തണമെന്ന് ഒറ്റ വാശിയിലാ. അതിനെന്താ, നടത്താലോ. എന്താ തടസ്സം? എന്തിനാ ഏട്ടാ അവളെ മോഡലിങ്ങിനൊക്കെ അയക്കണത്? അതെ, അവൾക്ക് അതിലാണ് ഇൻട്രസ്റ്റ്. കല്യാണം കഴിഞ്ഞിട്ട് അവള് മോഡലിങ്ങിന് പോണോ വേണ്ടേന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. ഞാൻ ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വിളിക്കാം. അവള് വരട്ടെ. ഹലോ. മുത്തശ്ശി, മുത്തശ്ശി. എന്താ അമ്മൂട്ടി? കുട്ടി ഏതാ? എന്താ നാവില്ലേ? ആരാന്ന്? മുത്തശ്ശി, ഇത് ഞാനാ, ലേഖ. മോളാകെ മാറിപ്പോയിരിക്കണു. ടിവിയിൽ കണ്ടതുപോലെ തന്നെ അല്ലടി. സുന്ദരി കുട്ടി. കണ്ണു തട്ടും. ലേഖയ്ക്ക് എന്നെ മനസ്സിലായോ? ശാരദാന്റെ അല്ലേ? ആ, ഞാനോ? അറിയാം, സാവിത്രി ആന്റി. എനിക്ക് എല്ലാരെയും അറിയാം. ലക്ഷ്മി എവിടെ? സാവിത്രി മോളും ഒന്നു പറയൂ. ആ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ, ഞാനും വരാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നല്ല ചോണ കുട്ടി. ഇനി ഇതങ്ങോട്ട് വേഗം നടത്തണം. കഴിക്കാൻ ഇത്രയും മടിയൻ. ആന്റി. കൃഷ്ണേട്ടൻ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇവിടെ എല്ലാവരും കുട്ടിയെ കാത്തിരിക്കുക. തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ബാലേട്ടൻ എവിടെ ആന്റി? അവിടെ ഉണ്ടല്ലോ. കാണാൻ തിടുക്കമായിരിക്കല്ലേ? വാ.
ബാലേട്ടന് അല്പം ഗൗരവം കൂടിയ പോലെ. അധ്യാപകനല്ലേ, അല്പം സ്വല്പം ഗൗരവമൊക്കെ കാണിച്ചില്ലെങ്കിൽ പിള്ളേർ തലേ കയറിയിരിക്കും. ആഹാ, അപ്പൊ ക്ലാസ്സില് വളരെ സീരിയസാ. അന്വേഷിച്ച് നോക്ക്. ബാലൻ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാ കുട്ടികളുടെ മുട്ട് പറയ്ക്കും. കല്ല് വെച്ച് നുണ. എനിക്കറിയില്ലേ ബാലേട്ടനെ, ആള് പാവാണെന്ന്. നീ കണ്ട ബാലേട്ടനല്ല ഇന്ന്. അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ എന്താ സംശയമുണ്ടോ? ഒരു കോൺട്രവേഴ്സിക്ക് ഞാനില്ല. അതൊക്കെ പോട്ടെ ബാലേട്ടാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്താ നാട്ടിൽ തന്നെ കൂടിയത്? നല്ലൊരു ജോലി എവിടെയെങ്കിലും നോക്കായിരുന്നില്ലേ? നല്ല ചോദ്യം. ഇവിടുന്ന് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ എനിക്കും ഹോം സിക്നെസ് ഉണ്ട്. ഇവിടം വിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. താമസിയാതെ ലേഖയ്ക്കും ഇതേ അഭിപ്രായമായിരിക്കും. ആ, ബാലേട്ടന് ഓർമ്മയുണ്ടോ ഒരു ഓണത്തിന് ഞാൻ ഇവിടെ വന്നത്? കൊള്ളാം. കുളത്തിൽ മുങ്ങാങ്കുഴി ഇട്ടതും ഊഞ്ഞാലിന് വേണ്ടി എന്നോട് വഴക്കിട്ടതും ഒക്കെ മറക്കാനൊക്കൂ? ആ ബാലേട്ടാ, ഇപ്പോഴോ ആ കുന്നിക്കുരുന്റെ മരം? ഊഞ്ഞാലും ഉണ്ട് അതേപടി. പക്ഷേ കുന്നിക്കുരു പറക്കാനും ഊഞ്ഞാലിന് വേണ്ടി വഴക്കിടാനും കുട്ടികളില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. ഇപ്പൊ തന്നെ ചെറിയമ്മമാരെന്നെ വാരാൻ തുടങ്ങി. ഇനി പറമ്പിൽ കൂടെ നമ്മൾ സൊറ പറഞ്ഞു നടക്കുന്നൂടെ കണ്ടാ പിന്നെ കളിയാക്കട്ടെ, വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ. വാ ബാലേട്ടാ വാ. വരാം വരാം വരാം. ചെരുപ്പെന്നിട്ടോട്ടെ. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണല്ലോ ബാലേട്ടാ. അതാണ് അമ്പാടിയിലെ പ്രത്യേകത. ഏതായാലും ഇപ്പൊ എനിക്ക് എന്തൊരു റിലീഫാ. അറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഈ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. ഇപ്പോഴും മനസ്സിലാകാത്തത് ലേഖയുള്ളപ്പോ ഞാൻ എന്തിനാ വേറെ പെണ്ണ് അന്വേഷിച്ച് നടന്നതെന്നാ. സ്കൂള് വിട്ട ശേഷം ലേഖയുടെ ഒരു വിവരം ഉണ്ടായില്ല. അതൊരകൽച്ചയായി പോയി. തീയതിയൊക്കെ നിശ്ചയിച്ചു അല്ലേ? ദേഹണ്ണക്കാരെ വരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ചെറിയച്ചന്മാർ ഇപ്പോഴേ നെട്ടോട്ടത്തില്. നിലത്ത് നിർത്തുന്നില്ല മുത്തശ്ശി. ചെറിയമ്മമാരാണെങ്കിൽ തുണി ആര് സെലക്ട് ചെയ്യുമെന്നുള്ള മത്സരത്തില്. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. അതെന്താ? പെണ്ണിന്റെ സമ്മതം. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമായില്ലേ? എന്താ ബാലേട്ടാ, ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ബാലേട്ടന് എന്താ ഒരു കുറവ്? അതൊന്നുമല്ല. പിന്നെ അത് ചോദിക്കരുത്. ബാലേട്ടൻ വിഷമിക്കണ്ട, ഒരുക്കങ്ങളൊക്കെ നടന്നോ. ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണവും നടക്കും. പെണ്ണിന് മാത്രമേ മാറ്റണ്ടാവൂ. ബാലേട്ടൻ എന്താ പെണ്ണ് കിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം. ശരി, ലേഖ സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ നിർബന്ധിക്കില്ല. പോരെ? അമ്മേ, മാമ്പറ്റയിലെ വാസ്തവൻ നമ്പൂരിക്ക് അഡ്വാൻസ് കൊടുത്തു. ഇനി സദ്യക്കുള്ള ലിസ്റ്റ് ഏൽപ്പിക്കണം. പായസം 4 കൂട്ടം വേണം. വാസുദേവന്റെ ദേഹം എങ്ങനെയാ മാധവ? അയ്യോ, വാസുദേവനാണോ ദേഹത്തിന്? വേണ്ട, ആലിപ്പറമ്പി പരമേശ്വരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗ നളനാ പരമേശ്വരൻ. വിഡ്ഢിത്തം പറയല്ലേ ശ്രീധര. വാസുദേവന്റെ 7 അയലക്കത്ത് വരുമോ ഈ പരമേശ്വരൻ? അയാളുടെ കാളം നീ കൂട്ടിണ്ടോ? പരമേശ്വരന്റെ പാലനേട്ട കുടിച്ചിട്ടുണ്ടോ? അമ്മേ, സദ്യ കേമാവണമെങ്കിൽ പരമേശ്വരൻ തന്നെ വേണം. പപ്പണം കാച്ചാൻ അറിയാം. അവനെയൊക്കെ ദഹനത്തിന് വിളിച്ചാലോ? അയാളെ വേണേ കല്യാണത്തിന് ക്ഷണിക്കാം. ഓ, ഒന്ന് മിണ്ടാണ്ടിരിക്കുക രണ്ടുപേരും. ഈ പറഞ്ഞ 2 ആളും വേണ്ട. പാലക്കാട്ടുനിന്ന് നാരായണസ്വാമിയെ വിളിക്കാം. കെങ്കേമനാ. അച്ചമ്മേ, ഏൽപ്പിക്കാൻ വരട്ടെ. എന്താ, നാരായണസ്വാമി പോരാന്നുണ്ടോ നിനക്ക്? അതൊന്നുമല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ ഒരു കൂട്ടലൊക്കെ. ബാല, നിനക്കെന്താ ഒരു മാറ്റം? എനിക്കെന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നു. ഒരു പൊരുത്തക്കേടുമില്ല. സമസപ്തമായ ജാതക പൊരുത്താന്നല്ലേ പണിക്കര് പറഞ്ഞത്? പണിക്കര് പറഞ്ഞ പലതും വിപരീതമായിട്ടില്ലേ? വേണ്ടമ്മേ, ഈ കല്യാണം വേണ്ട. പാല, നാളെ ക്ഷണക്കത്ത് അച്ചടിക്കാൻ കൊടുക്കുക. ക്ഷണക്കത്തിന്റെ കാര്യമില്ല, നാട് മുഴുവൻ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ശരി, എനിക്ക് സമ്മതമല്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. നീ കൂടെ സമ്മതിച്ചിട്ടല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഒരു ഇഷ്ടക്കുറവ്? എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് സാവകാശത്തിൽ വേറൊരു പെണ്ണ് ആലോചിക്കാം. ലേഖയ്ക്ക് എന്താ കുഴപ്പം? എന്താ ബാല ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിന്റെ മനസ്സിൽ വേറെ വല്ലവരുണ്ടോ? അങ്ങനെ വല്ലവരുണ്ടെങ്കിലേ അത് ഇവിടെ നടക്കില്ല. അമ്മേ, പിന്നെന്താണ്, അവൾ എന്റെ ഏട്ടന്റെ മോളായതുകൊണ്ട് തറവാട്ടുകാരല്ലെന്ന് തോന്നലുണ്ടോ നിനക്ക്? അവള് മോഡലിങ്ങിന് പോണുണ്ടാ? അതൊന്നും ഇക്കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നല്ല കുട്ടിയാ ലേഖ. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ലേഖയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ്, വലിയ ഇഷ്ടമായി. ഇഷ്ടപ്പെടാത്തത് എനിക്കാ. പാല, നീ ഇത്രത്തോളം ആയില്ലേ? അച്ഛമ്മേ, ഞാൻ വേണ്ട. അച്ഛമ്മ ഉറപ്പിച്ചത് നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. ഞാൻ ഇനി ജലപാനം കഴിക്കില്ല, തീർച്ച.
അമ്മയെങ്കിലും ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. അച്ഛമ്മേ, എഴുന്നേൽക്കച്ചമ്മേ. ഊണ് കഴിക്കാൻ വരൂ അച്ഛമ്മേ. അച്ഛമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും കഴിക്കില്ല. അച്ഛമ്മയുടെ ബാലനല്ലേ വിളിക്കുന്നത്, വരില്ലേ? ഇന്നുവരെ അച്ഛമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. അച്ഛമ്മ എന്നോട് മിണ്ടില്ലേ? എല്ലാവരും വളരെ സെൻസിറ്റീവ് ആണല്ലോ. ഞാൻ കാരണം ബാലേട്ടന് ബുദ്ധിമുട്ടായില്ലേ? ഐ എം റിയലി സോറി. അച്ഛമ്മയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല. ലേഹയ്ക്ക് എന്തെങ്കിലും ലവ് അഫെയർ ഉണ്ടോ? തുറന്നു പറഞ്ഞോളൂ, ഞാൻ വഴിയുണ്ടാക്കാം. ഏയ് നോ, നെവർ. പിന്നെ എന്താ ലേഖയുടെ പ്രശ്നം? ഐ ലൈക്ക് ദിസ് പ്രൊഫഷൻ. എനിക്ക് അറിയപ്പെടുന്ന ഒരു മോഡൽ ആവണം, അതാ ആഗ്രഹം. അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞാലും ഞാൻ എതിര് നിൽക്കില്ല, പോരെ? എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ? ഇതൊന്നും ഒരു കാരണമല്ല. വീട്ടിൽ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. മറ്റൊരു പെൺകുട്ടിയെ കിട്ടാഞ്ഞിട്ടല്ല, അച്ഛമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് മാത്രമാ ഞാൻ ഇത്രയും നിർബന്ധിച്ചത്. ഇനിയെല്ലാം ലേഖയുടെ ഇഷ്ടം. ബാലേട്ടാ, അമ്പാടിയിൽ ഇപ്പൊ വേണ്ടത് ഒരു കുട്ടിയാ. അതിന് തയ്യാറാകാത്ത എന്നെ അറിഞ്ഞോണ്ട് ഞാനൊരു ദ്രോഹം ചെയ്യണോ? ഒന്ന് പോടിയവിടുന്നു. അവളുടെ ഒരു ഫിലോസഫി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വീട്ടിൽ കള്ളം പറയേണ്ടി വന്നു. നിന്നെ തന്നെ കെട്ടിയെടുത്തോളാമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മുറപ്പെണ്ണാണല്ലോ എന്ന് കരുതി സ്വല്പം സ്വാതന്ത്ര്യം തന്നു. ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ മതി. ഇത്രയും ദൂരം നിന്നെ കാണാമെന്ന എന്നെ വേണം പറയാൻ. ബാലേട്ടാ, ചൂടാവല്ല ബാലേട്ടാ. ഐ ലൈക്ക് യു റിയലി. എനിക്ക് സമ്മതമാ, ബട്ട് ഒരു കണ്ടീഷൻ. ഞാനത് എങ്ങനെയാ ബാലേട്ടനോട് പറയാ? എന്താണെങ്കിലും ലേഖ തുറന്നു പറ. പറയട്ടെ? അപ്സെറ്റ് ആവരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. മാരേജ് കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ സുഹൃത്തുക്കളായിരിക്കും, ഗുഡ് ഫ്രണ്ട്സ്. അല്ലാതെ ഭാര്യ കുഞ്ഞ് അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഉറപ്പിച്ചോ. സ്ത്രീയല്ലേ, അതിലോലമാണ് അവിടെ മനസ്സ്. നീ ധൈര്യമായിട്ട് സമ്മതിക്കേ. അവൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് ശരിയല്ല. ചെറിയച്ഛൻ എങ്ങനെയെങ്കിലും ഇത് വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. ഞാൻ കുറ്റക്കാരനല്ല എന്ന് അച്ഛമ്മയ്ക്ക് ബോധ്യമാവണം, അത്രേ ഉള്ളൂ. ബാല, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? നടക്കില്ല. ആ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. നല്ലൊരു തേപ്പുകാരനാണ് തേക്കുന്നെങ്കിൽ പാണ്ടാവില്ല. എടാ, അവളും ഒരു പെണ്ണാ. പെണ്ണെന്ന് പറഞ്ഞാൽ വെണ്ണയുടെ പര്യായമാണ്. ഉരുകും ചൂട് തട്ടിയാൽ. അപ്പൊ ചൂടാരാ? പുരുഷൻ. കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോ മെയ് 25 ശുഭമുഹൂർത്തത്തിൽ വിവാഹം, സദ്യ, വിരുന്ന്, ആദ്യ രാത്രി. ഇനി നിന്റെ മിടുക്ക്.